ഹായ് മകളെ, നിങ്ങൾ ഈ തമ്പ് കണ്ടിട്ട് വന്ന ആളുകളാണ് അല്ലേ? ഇപ്പോൾ പഠിച്ചാലും A+ കിട്ടുമോ എന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലുള്ളതാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒന്നും പഠിക്കാത്ത ഒരു കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനൊരു ചോദ്യം ഉണ്ടാവില്ല. കാരണം ഒന്നും പഠിക്കാത്ത കുട്ടിക്ക് എങ്ങനെയൊക്കെ പാസ്സായാൽ മതി, അല്ലെ കുറച്ച് മാർക്ക് മതി. എന്നാൽ കുറേ കാര്യങ്ങൾ പഠിച്ചു വന്ന കുട്ടികൾക്കാണ് A+ കിട്ടുമോ ഇല്ലയോ എന്ന സംശയം പോലും ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള കുട്ടികളാണ് ഈ വീഡിയോ കാണുന്നത്, തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ട് നിങ്ങൾക്കുള്ള കിട്ടുന്ന സൊല്യൂഷനാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. 3 തരത്തിലാണ് നിങ്ങളുടെ എക്സാം ഉണ്ടാവാറുള്ളത്. ഒന്ന്, ഏറ്റവും എളുപ്പത്തിൽ എക്സാം ഉണ്ടാവാറുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള എല്ലാ ചാപ്റ്ററിലും ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് മാത്തമാറ്റിക്സിൻ്റെ എക്സാം നടക്കാറുണ്ട്. പിന്നെ കുറച്ചൊരു ആവറേജ് ലെവലിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ മിക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ടഫുള്ള ക്വസ്റ്റ്യൻ പേപ്പറും വരാറുണ്ട്. 2019 മുതൽ 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും ടഫായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് 2019 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങളൊരു A+ വാങ്ങുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ A+ വാങ്ങാൻ യോഗ്യത ഉള്ള കുട്ടികളാണെന്ന് എനിക്ക് പറയാൻ പറ്റും. 2020 ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് 72 മാർക്ക് അല്ലെ അതിന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ എക്സാമും അത്യാവശ്യം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. 2021 22 23 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. 2023 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന ഒരു മിക്സ്ഡ് വേർഷനാണ്. അതായത് ഒരു ആവറേജ് ലെവലുള്ള കുട്ടിക്കും A+ വേണമെങ്കിൽ വിചാരിച്ചാൽ വാങ്ങാൻ പറ്റുന്ന, കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ പേപ്പർ 2019, 2020, 2023 ഈ 3 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏകദേശം ഒരു കാര്യം മനസ്സിലാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ ഞാൻ ഇവിടെ പറയുന്നത് അതല്ല, ഇനി പഠിച്ചാലും A+ കിട്ടുമോ? 100% നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വന്ന കുട്ടിയാണെങ്കിൽ ഇനി പഠിച്ചാലും നിങ്ങൾക്ക് A+ കിട്ടുക തന്നെ ചെയ്യും. അതിന് വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി വേണ്ടത്. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. A+ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന കുട്ടികളായിരിക്കും നിങ്ങൾ. നമ്മുടെ ലൈവിൽ നിങ്ങൾ A+ ക്വസ്റ്റ്യൻസ് ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ കവർ ചെയ്ത ആളുകളായിരിക്കും. ഇനി കവർ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഓരോ സബ്ജക്റ്റ് നിങ്ങൾക്ക് ടഫ് ഉണ്ട് എന്ന് തോന്നുന്ന സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ A+ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് തന്നെ പോവുക. അപ്പോൾ മാത്തമാറ്റിക്സിനാണെങ്കിൽ 2 ലൈവുകളിലായിട്ട് നമ്മൾ ചാപ്റ്റേഴ്സ് A+ ക്വസ്റ്റ്യൻസ് ഒരുവിധം നല്ല ടഫുള്ള ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ എന്താക്കി വെച്ചിട്ടുണ്ട്, ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഫിസിക്സിനെ കെമിസ്ട്രി ഒക്കെ ലൈവുകൾ ഇവിടെ കഴിഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾ എന്താക്കുക, A+ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇനിയുള്ള ഒരാഴ്ച അതിഭീകരമായിട്ടുള്ളൊരു ആഴ്ചയാണ് നിങ്ങൾക്ക് ഇനി മുന്നിലൂടെ കടന്നു പോകാനുള്ളത്. മക്കളെ, ഈ ഒരാഴ്ച നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സംശയമുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരാഴ്ച നമ്മൾ പ്ലാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ പ്ലാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നതാണ്. 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു പ്ലാറ്റ്ഫോം ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു. അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടോ ഇനിയിപ്പോൾ അല്ലാത്ത കാര്യങ്ങൾ കൊണ്ടോ ആണെങ്കിലും ഞാൻ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ സ്വയം പഠിച്ചെടുത്തൊരു മാർക്കാണ് എൻ്റേത് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു സപ്പോർട്ടില്ല. സ്കൂളിൽ നിന്ന് ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അതിൽ പിന്നീട് നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ളൊരു അവസരമില്ല. ആ ക്ലാസ് കേട്ട് നമ്മൾ അതിൽ എഴുതിയ നോട്ട് വെച്ച് പ്രാക്ടീസ് ചെയ്ത ഒരാളാണ്. അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയത് മാത്തമാറ്റിക്സിൽ B+ ആണ്. അത് ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചൊരു കാര്യമാണ്. ഇന്ന് അതേ ഗ്രേഡിൽ, അല്ലെങ്കിൽ ഞാൻ അന്നും ഇന്നൊക്കെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. ഒരു ഭയങ്കര പഠിപ്പിയായുള്ള ഒരാളോ അല്ലെങ്കിൽ ഭയങ്കര ഭീകരമായിട്ട് പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരാളോ അല്ലായിരുന്നു അന്നും ഇന്നും. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയിരുന്നു മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ മാക്സിമം സമയം അതിന് കണ്ടെത്തുമായിരുന്നു. ഇതുപോലെ ഓരോ സബ്ജക്റ്റും ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എൻജോയ് ദ ജേണി നോട്ട് ദ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നൊരു വേർഡാണ്. അതായത് നമ്മൾ സഞ്ചരിക്കുന്ന പാതകളെ നമ്മൾ എന്താക്കുക, എൻജോയ് ചെയ്യുക. നമ്മൾ അവിടെ എത്തിയോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി നിങ്ങൾ എന്താക്കേണ്ട, വേവലാതിപ്പെടേണ്ട. മാത്തമാറ്റിക്സിലോ അല്ലെങ്കിൽ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഒക്കെ നിങ്ങൾക്ക് A+ കിട്ടിയോ എന്നുള്ളതിനെ പറ്റി നിങ്ങൾ എന്താക്കേണ്ട, അതിനെ പറ്റി നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുക വേണ്ട. അതിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്ന നിങ്ങളുടെ എഫേർട്ടിനെയാണ് നിങ്ങൾ എന്താക്കേണ്ടത്, കാര്യമാക്കേണ്ടത്. അപ്പോൾ മാക്സിമം എഫേർട്ട് എടുക്കുക. A+ കിട്ടിയാൽ അത്രയും നല്ലത്. ഇനി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നു വേണ്ട. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് മാത്രം നോക്കുക. അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഒരാഴ്ച അടിപൊളിയായിട്ട് സൈലത്തിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളൊരു കിടിലൻ സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഈ വരുന്ന ഞായറാഴ്ച ഞങ്ങൾ വരുന്നത്. അപ്പോൾ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിലൊന്ന് പോയി നോക്കുക. എല്ലാ ഫ്രണ്ട്സിനോടും വരാൻ പറയുക. നിങ്ങൾ മാത്രം പോരാടാ, ഇനി സമയമല്ല. പല കുട്ടികളും ഇപ്പോൾ ഉഴപ്പി നടക്കുന്നുണ്ട്. പഠിക്കാൻ കഴിവുണ്ടായിട്ടും പഠിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ താല്പര്യം കാണിക്കാതെ ഒരുപാട് കൂട്ടുകാരുണ്ട്. ഒന്നും അവരോടൊന്ന് കാണാൻ പറയുക. കാരണം നിങ്ങൾ വിജയിക്കുന്ന സമയത്ത് നിങ്ങളോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അതിന് മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനോടും വരാൻ പറയുക. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കാനുള്ള ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ എഴുതി പഠിക്കുക. നിങ്ങൾക്കും കിട്ടട്ടെ A+. നിങ്ങളെ ടീച്ചേഴ്സൊക്കെ നിങ്ങളെ പലതരത്തിൽ നിങ്ങളെ ഓരോ ബാച്ചാക്കി തിരിച്ചിട്ടുണ്ടോ നിങ്ങൾ നോക്കുക. നിങ്ങൾ A+ കിട്ടുന്ന ബാച്ചല്ല, നിങ്ങൾ B+ അല്ലെ C+ ബാച്ചാണോ നിങ്ങളെ തരംതിരിച്ചതെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇത് ഏറ്റവും നല്ലൊരു ചാൻസാണ്. ടീച്ചേഴ്സിന് നമ്മൾ മറുപടി കൊടുക്കാനുള്ള ഒരു ചാൻസാണ്. മറുപടി എന്ന്
പറഞ്ഞാൽ നമ്മൾ അവരെ തച്ചോ അല്ലെങ്കിൽ അടിച്ചോ ഒന്നും അല്ല നമ്മൾ മറുപടി കൊടുക്കേണ്ടത്. നമ്മൾ A+ വാങ്ങിയിട്ട് ആ A+ൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ആ ടീച്ചറുടെ മുന്നിൽ പോകണം. അല്ലെങ്കിൽ A+ വാങ്ങിയിട്ട് ആ ടീച്ചറോട് പോയി പറയണം, സാറേ അല്ലേ മിസ്സേ എനിക്ക് A+ കിട്ടിയിട്ടുണ്ട് എന്ന് സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് നമുക്കതിന് പ്രതികാരം ചെയ്യാൻ പറ്റണം. അതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സമയം ഇനിയും കഴിഞ്ഞിട്ടില്ല. A+ നിങ്ങൾക്ക് നേടാൻ പറ്റും. ഇറ്റ്സ് മീ ഷാഹിദ് റംസാ ലേണിംഗ്. ബൈ.